അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ GSR1 എങ്ങനെ ഫയൽ ചെയ്യുക, അതായത് ഡയറക്റ്റ്ലി നമ്മൾ ടാലി പ്രൈമിൽ നിന്ന് എങ്ങനെ ഫയൽ ചെയ്യുക കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ GSR 3B എടുത്തിട്ട് നമ്മൾ 3B ഫയൽ ചെയ്യണം. അപ്പോൾ 3B നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല, നമ്മൾ 2B പ്രകാരമാണ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മോർ റിപ്പോർട്ടിൽ വരിക, അതായത് ഗേറ്റ് ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ടിൽ വരിക. നമ്മൾ 3B ആണ് ഫയൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസ്പ്ലേ മോർ റിപ്പോർട്ടിൽ വരിക, എന്നിട്ട് GSR റിപ്പോർട്ടിൽ വരിക, അതിൽ GSR 3B സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് 3B പ്രകാരം നമ്മളെ സെയിൽസ് GSR1 പ്രകാരമുള്ള സെയിൽസ് മാച്ച് ആയിരിക്കണം, അതായത് രണ്ടും സെയിൽസും അതായത് മാച്ച് ആയിരിക്കണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക് നമ്മളെ സിസ്റ്റത്തിലേക്ക് വരും. അതായത് നമ്മൾ GST അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ GSR1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 3Bയിലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ആയി വരും. അപ്പോൾ ഇനി നമ്മൾ GSR സൈറ്റ് ഓപ്പൺ ചെയ്യാം. GSR സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഡാഷ്ബോർഡിൽ വരിക, പീരീഡ് സെലക്ട് ചെയ്യുക, സെർച്ച് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 2B ആണ്. നമ്മൾ 2B പ്രകാരം നമ്മളെ അതായത് സിസ്റ്റം പ്രകാരം നമ്മൾ 2Bയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 2B നമ്മൾ എന്ത് ചെയ്യുക, വ്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 2Bയിൽ വന്ന ഇൻപുട്ട് 2,22,60.24 CGST അതുപോലെ SGST ആണ്. വേറെ അതായത് റിവേഴ്സ് ചാർജോ അല്ലെങ്കിൽ വേറെ ഡെബിറ്റ് നോട്ടൊന്നും വന്നിട്ടില്ല. ഇനി നമ്മൾ സിസ്റ്റം പ്രകാരം ടാലി പ്രൈമിലേക്ക് വീണ്ടും വരിക. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അതായത് 2,22,960 തന്നെ. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും കറക്റ്റാണ്. അതായത് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ITC അതായത് നമ്മളെ പർച്ചേസ് മേലെ വന്നത്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെയിൽസിന് മേലെ വന്നത്. അപ്പോൾ നമ്മുടെ സെയിൽസിന് മേലുള്ളത് നമുക്ക് 3B ഓപ്പൺ ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ 2Bയിൽ വന്ന എമൗണ്ട് നമ്മളെ പർച്ചേസിന് മേലെ വന്നത്, അത് രണ്ടും കറക്റ്റാണ്. അതായത് സിസ്റ്റം പ്രകാരം അതേപോലെ നമ്മുടെ 2B പ്രകാരം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് രണ്ടും മാച്ചാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടറിയാം 2,22,960. അപ്പോൾ ഈ ഒരു എമൗണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ 3B ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ എമൗണ്ട് നമ്മൾ അവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഒരു മാസം 2B ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി ചിലപ്പോൾ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, പ്രിപ്പയർ ഓൺലൈൻ അതായത് നമ്മൾ GSR 3Bയിലേക്ക് വരാം. വീണ്ടും നിങ്ങൾ ബാക്ക് അടിച്ച് സെർച്ച് ക്ലിക്ക് ചെയ്യുക, ഇവിടെ പ്രിപ്പയർ ഓൺലൈനിൽ വരിക. അപ്പോൾ നമുക്ക് ടാക്സ് ഓൺ ഔട്ട്വേർഡ് റിവേഴ്സ് ചാർജ് ഇൻവേർഡ് സപ്ലൈസ് ഫസ്റ്റ് 3.1 ടേബിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ സിസ്റ്റം പ്രകാരം GSR1 പ്രകാരമുള്ള ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ടുള്ള ടേൺ ഓവർ വന്നിട്ടുണ്ട്. അത് നമുക്ക് ടാലിയുമായിട്ട് നമുക്ക് പ്രൈമുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പ്രൈമിൽ 89,42,491 വന്നിട്ടുണ്ട്. അതിൻ്റെ 2,23 ടാക്സും വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൽ വന്നത് ഒരേപോലെ തന്നെയാണ്, 89,42,491. ആ ടാക്സും കറക്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ കൺഫേം ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വരിക. ഇനി നമ്മൾ എലിജിബിൾ ITC ആണ്. നമ്മളിപ്പോൾ ടാക്സ് നമ്മൾ ഔട്ട്പുട്ട് 2,23,562, ഇൻപുട്ട് 2,22 ആണ്. അപ്പോൾ എലിജിബിൾ ITCയിൽ ക്ലിക്ക് ചെയ്യുക. എലിജിബിൾ ITCയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മളിവിടെ ഓൾറെഡി ഇവിടെ മാനുവലി എൻട്രി ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടാകുന്നത്. അതായത് നമ്മുടെ ഓട്ടോ പോപ്പുലേറ്റ് വന്നിട്ടില്ല ഈ മാസം. അപ്പോൾ ഞാൻ ആ എമൗണ്ട് 2Bയിലുള്ള എമൗണ്ട് അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2,22,960 തന്നെയാണ് നമ്മൾ ഇൻപുട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ കൺഫേം കൊടുക്കുക താഴെ. ഇനി ബാക്കിലോട്ട് വരിക. ഇനി നമ്മൾ താഴെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് 2,23,522, സ്റ്റേറ്റ് ടാക്സ് ആയിട്ട് 2,23,562 വന്നിട്ടുള്ളത്. സെൻട്രൽ ടാക്സ് 2,22,960. അങ്ങനെ ടോട്ടൽ നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ട് കുറഞ്ഞ ബാലൻസ് പറഞ്ഞാൽ 602 രൂപയാണ് നമുക്ക് എന്ത് അടക്കാനുള്ള എമൗണ്ട്. അതായത് CGST SGST 600. അങ്ങനെ ടോട്ടൽ 1,204 രൂപ നമുക്ക് അടക്കാണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മേക്ക് പേയ്മെൻറ്റ് പോസ്റ്റ് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ എമൗണ്ട് അടക്കണം. അടച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രൊസീഡ് ടു ഫയൽ കൊടുത്തിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ 3B ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ടാലി പ്രൈമിൽ നമുക്ക് അതെങ്ങനെ സെറ്റ് ഓഫ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ 3B ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സെറ്റ് ഓഫ് എൻട്രി എങ്ങനെ നമുക്ക് ടാലിയിൽ പാസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം 3B വീണ്ടും ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫയൽ റിട്ടേണിൽ വരിക, എന്നിട്ട് ഏപ്രിൽ സെലക്ട് ചെയ്യുക, സെർച്ച് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഫയൽ ചെയ്ത് 3Bയിൽ വീണ്ടും വരിക, അവിടെ GSR 3B ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഇവിടെ നോക്കി കാണാം, നമ്മുടെ സെറ്റ് ഓഫ് ചെയ്ത് എവിടെയാണ് നോക്കാം. അപ്പോൾ 6.1 ടേബിൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ലിക്ക് ചെയ്യുക. 6.1 ടേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴോട്ട് വരിക. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ഇതാണ്. നമ്മൾ സെറ്റ് ഓഫ് ചെയ്തത് IGSTയിൽ CGSTയിലും SGSTയിലാണ്. ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ പേയ്മെൻറ്റായി അടച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ടാലിയിൽ സെറ്റ് ഓഫ് ചെയ്യാൻ നോക്കാം. ടാലി പ്രൈം ഓപ്പൺ ചെയ്യുക. ടാലി പ്രൈം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൗച്ചേഴ്സിൽ വരിക. വൗച്ചേഴ്സിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജേർണലൈസ് ചെയ്യുക. അതപ്പോൾ ജേർണലൈസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിൽ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഫിഗേഴ്സ് എങ്ങനെ നോക്കാം. അപ്പോൾ ബാലൻസ് ഷീറ്റ് വരിക, എന്നിട്ട് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് സെലക്ട് ചെയ്യുക. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ കാണാം നമ്മളെ 602.04 602.04 നമുക്ക് എന്ത് ചെയ്യുക, ക്രെഡിറ്റിൽ കാണാം. ആ ക്രെഡിറ്റിൽ വരാൻ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് 2,23 അതേപോലെ ഇൻപുട്ട് ടാക്സ് 2,22 ആയതുകൊണ്ട് ബാക്കിയുള്ള ബാലൻസ് 602 വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ സിസ്റ്റം പ്രകാരം അതേപോലെ നമ്മൾ ഫയൽ ചെയ്ത പ്രകാരം കറക്റ്റാണ് നമ്മുടെ സെറ്റ് ഓഫ്, നമ്മുടെ ഇൻപുട്ട് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായി വന്നത്. ഇനി നമ്മൾ എസ്കേപ്പ് അടിക്കാം. ഇനി വീണ്ടും വൗച്ചേഴ്സിൽ വരിക, എന്നിട്ട് F7 അടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, CGST സെലക്ട് ചെയ്യുക. അവിടെ 602 കാണാം, 602.04 ഡെബിറ്റ് ചെയ്യുക. വീണ്ടും ഡെബിറ്റ് എടുക്കുക, അതിൽ SGST സെലക്ട് ചെയ്യുക, അത് വീണ്ടും 602.04. അപ്പോൾ അവിടെ 0 ആയി. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ GST പേയബിൾ ആണ്. അപ്പോൾ GST പേയബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് GST പേയബിൾ. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ Alt+C അടിച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ അണ്ടർ കറണ്ട് ലയബിലിറ്റി കൊടുത്ത് സേവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, GST പേയബിളിൽ ഇവിടെ 1204 രൂപയാണ് നമ്മൾ അടച്ചിട്ടുള്ളത്. അപ്പോൾ 1204 കാണിക്കുക, ബാക്കി റൗണ്ട് ഓഫിലാണ് വരുന്നത്. റൗണ്ട് ഓഫിൽ കാണിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അത് സേവ് ചെയ്യുക. 34 ഡേറ്റ് കൊടുക്കുക. സെറ്റ് ഓഫ് നമ്മൾ പോലെ ലാസ്റ്റ് ഡേറ്റ് കൊടുക്കുക, ആ മാസത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കൊടുക്കുക. 34 ഞാൻ കൊടുത്തിട്ട് സേവ് ചെയ്തു. ഇനി നമ്മൾ ആ ഒരു GST നമുക്ക് അടക്കാൻ ഉണ്ട് 1204. നമ്മൾ ക്യാഷ് ആയിട്ടാണോ ബാങ്ക് ആയിട്ടാണോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് F5 അടിക്കുക. എന്നിട്ട് ഇവിടെ ബാങ്ക്, ഇപ്പോൾ ക്യാഷ് ആയിട്ടാണെങ്കിൽ ക്യാഷ് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, GST പേയബിൾ എന്ത് ചെയ്യുക കാണിക്കുക. അപ്പോൾ നിങ്ങൾ ടാക്സ് കൺസൾട്ടൻ്റ് ആണെങ്കിൽ ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ അക്കൗണ്ട് നോക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ആയിട്ട് കാണിച്ചാൽ മതി. നിങ്ങൾ ബാങ്ക് ത്രൂ ആണെങ്കിൽ അവിടെ അക്കൗണ്ടിൻ്റെ അവിടെ ബാങ്ക് കൊടുക്കുക. നിങ്ങൾ ബാങ്ക് ഏതാണ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ ഇവിടെ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടില്ല, 1204 കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യുക, അത് സേവ്. അതെ, ഞാൻ 30, അത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ് ചിലപ്പോൾ 25 ആവും നമ്മൾ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 20 ആണെങ്കിൽ 25 ഡേറ്റ് കൊടുക്കുക. എന്നാണ് ഡേറ്റ് നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചത് എന്ത് ചെയ്യുക, അവിടെ സേവ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ പേയ്മെൻറ്റ് എൻട്രി കാണിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാനും അതേപോലെ 3B ഫയൽ ചെയ്യണ കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. എന്തായാലും നന്ദി, നമസ്കാരം.